തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള ബി.ജെ.പി. മാർച്ചിൽ അക്രമം. പോലീസിന് നേരെ പ്രവർത്തകർ കമ്പും വടികളും എറിഞ്ഞാണ് അക്രമം സൃഷ്ടിച്ചത്. മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട്. സുലേഖ, ഈ ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരിക്കണം ബി.ജെ.പി. നഗരസഭയിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയത്. ഇതിലെ പ്രധാന പ്രതി എന്ന് പറയുന്നത് റെയിൽവേ ആണെന്ന് പൊതുജനത്തിനറിയാം. പക്ഷേ ബോധപൂർവം അലങ്കോലമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു തന്നെ ആയിരിക്കണം ബി.ജെ.പി. പ്രവർത്തകർ ഈ മാർച്ചും അക്രമവും നടത്തിയത്. എന്താണിന്ന് അവിടെ നടന്നത് നഗരസഭയ്ക്ക് മുന്നിൽ? ബോധപൂർവം ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബി.ജെ.പി. കോർപ്പറേഷനിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയത്. മാർച്ച് ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവർക്ക് മാർച്ച് നടത്താൻ വേണ്ടി അനുമതി കൊടുത്ത സ്ഥലത്തിന് ഇപ്പുറത്തു നിന്നാണ് റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. PMG ജംഗ്ഷനിലാണ് ഈ റോഡ് ഉപരോധം. LMS കോമ്പൗണ്ടിന് മുന്നിലാണ് ഇപ്പോൾ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. നേരത്തെ കോർപ്പറേഷൻ മുന്നിൽ വരെയാണ് ഇവർക്ക് അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഈ സ്ഥലം മറികടന്ന് ഇതിനപ്പുറത്ത് അനുമതി ഇല്ലാത്തിടത്താണ് ഇത്തരത്തിൽ പ്രവർത്തകർ കുത്തിയിരുന്നുകൊണ്ടുള്ള ഉപരോധം നടത്തുന്നത്. എന്നിരുന്നാലും വലിയ ശരി, സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്. നഗരസഭയ്ക്ക് മുന്നിലേക്കുള്ള ബി.ജെ.പിയുടെ മാർച്ച് അക്രമാസക്തമായി. പോലീസിന് നേരെ കല്ലും കമ്പേറും എറിഞ്ഞ് ബി.ജെ.പി. പ്രവർത്തകർ. വിവരങ്ങളാണ് സുലേഖ നൽകിയത്.